ഇന്ന് തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, ശാന്തശീലനും വിനീത ഹൃദയനുമായ എന്നിൽ നിന്നും നിങ്ങൾ പഠിക്കുവിൻ. ജീവനില്ലാത്ത പുസ്തകത്തിൽ നിന്നല്ല, ഹൃദയമില്ലാത്ത കമ്പ്യൂട്ടറിൽ നിന്നല്ല, മറിച്ച് ശാന്തശീലനും വിനീത ഹൃദയനുമായ എന്നിൽ നിന്നും നിങ്ങൾ പഠിക്കുവിൻ. നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വാക്കുകളിലൂടെ മുഴുവനും അവതരിപ്പിക്കാൻ പറ്റത്തില്ല. എഴുതി വെക്കുമ്പോൾ വീട്ടുകുറവുകൾ പറ്റും. അതുകൊണ്ടാണ് സകലതും കാണുന്നവനായ അറിയുന്നവനായ ദൈവമായ കർത്താവ് പറയുന്നു, ശാന്തശീലനും വിനീത ഹൃദയനുമായ എന്നിൽ നിന്നും നിങ്ങൾ പഠിക്കുവിൻ. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ സ്കൂളിലയക്കും. അധ്യാപകർ കുട്ടികളോട് പറയും, എടാ, പുസ്തകത്തിൽ നോക്കി പഠിക്കുക, കമ്പ്യൂട്ടറിൽ നോക്കി പഠിക്കുക. പക്ഷേ കമ്പ്യൂട്ടറിനേക്കാളും പുസ്തകങ്ങളെക്കാളും കുട്ടികളെ സ്വാധീനിക്കുന്നത് സത്യത്തിൽ അധ്യാപകൻ്റെ ഹൃദയമാണ്. അധ്യാപകന് അറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അധ്യാപകന് ഒത്തിരി ബലഹീനതയുണ്ട്. ഇതെല്ലാം അയാൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കും. പക്ഷേ പിള്ളേർക്ക് അതെല്ലാം പിടികിട്ടും. പിള്ളേർക്ക് പിടികിട്ടുമ്പോഴും ധൈര്യമായി പഠിപ്പിക്കാനും മുന്നോട്ട് പോകാനായിട്ടും അധ്യാപകനെ ശക്തനാക്കുന്നത് സത്യത്തിൽ കർത്താവിൻ്റെ ഹൃദയവുമായി താതാത്മ്യപ്പെടാനായിട്ടുള്ള അവൻ്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് സത്യത്തിൽ അവൻ്റെ അറിവില്ലായ്മയെപ്പോലും അറിവാക്കി മാറ്റുന്നത്, ബലഹീനതയെപ്പോലും ബലമാക്കി മാറ്റുന്നത്. തിരുഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ഹൃദയം കൊണ്ട് പഠിക്കാൻ, ഹൃദയം കൊണ്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വഭാവം അത് വളർത്താൻ നമുക്ക് ആഗ്രഹിക്കാം. സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.